തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അഭിമാനമായി ഒരു ജനപ്രതിനിധി മാറുമെന്ന കാര്യത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു പറയാനുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പലപ്പോഴും ഞങ്ങൾ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ഭരണകൂടത്തിനെതിരെ, മന്ത്രിമാർക്കെതിരെയൊക്കെ ആർജവത്തോടെ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ചിലപ്പോൾ പറയാറുണ്ട്, ആ കസേരയിൽ നിങ്ങളെ അധികകാലം തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി, ഇൻറ്റൻസിറ്റി വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞതിനെ പ്രാവർത്തികമാക്കിയ ഒരു യുവജന നേതാവിനെ, ഒരു യുവജന രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു യുവജന സംഘടനാ പ്രസിഡന്റിനെ, ജനറൽ സെക്രട്ടറിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ KT ജലീലിനെ രാജിവെപ്പിക്കാൻ പോരാടിയ PK ഫിറോസ് എന്ന പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, PK ഫിറോസ് MLA ആയാൽ എന്തായിരിക്കും അദ്ദേഹം നന്നായി ചെയ്യുക എന്നുള്ളത്. ആദ്യം എനിക്ക് തോന്നി ഇയാൾ മനോഹരമായി അസംബ്ലിയിൽ പ്രസംഗിക്കുമെന്ന് പറയാൻ. പിന്നെ എനിക്ക് തോന്നി ഇയാൾ മനോഹരമായി കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ് ചെയ്യുമെന്ന് പറയാൻ. പിന്നെ എനിക്ക് തോന്നി ഇയാൾ മനോഹരമായി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുമെന്ന് പറയാൻ. ഒന്നും കൂടെ സ്പെസിഫിക്കായി ഞാൻ ചിന്തിക്കുമ്പോൾ ആ സമരങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത വിഷയങ്ങളിൽ പടിപടിയായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എഴുതി ഒപ്പിട്ടോ, നിങ്ങൾ കൊടുക്കുന്ന ഒരു നിവേദനത്തിനോ നിങ്ങൾ വെക്കുന്ന ഒരു നിർദ്ദേശത്തിനോ ഏറ്റവും നന്നായി കേരളത്തിൽ ഫോളോ അപ്പ് ഉണ്ടാകുന്ന ഒരു MLA നിങ്ങൾ തെരഞ്ഞെടുത്താൽ അത് PK ഫിറോസ് ആയിരിക്കും എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുന്ന വിഷയങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ആലോചിക്കുക, അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനാണ്. ഞാൻ നോക്കിയപ്പോൾ പുതുപ്പള്ളിയിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, തൃക്കാക്കരയിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, പാലക്കാട് മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, നിലമ്പൂരിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല. അവിടെയെല്ലാം മത്സരിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥികളാണ്, എന്നിരുന്നാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടോ അതിനേക്കാൾ ഒരു പടി കൂടുതൽ PK ഫിറോസും സംഘവും അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഉപതെരഞ്ഞെടുപ്പ് യാത്രകളിലെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം മുന്നണിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റവും നന്നായി പൂർത്തീകരിക്കാൻ കഴിയാവുന്ന പ്രതിബദ്ധതയുള്ള, പുതിയ കാഴ്ചപ്പാടുള്ള, പുതിയ കാലത്തെ ചെറുപ്പക്കാരോട് സംവദിക്കാൻ കഴിയുന്ന, നേരത്തെ ഉമ്മർ മാഷോട് സംസാരിക്കുമ്പോൾ താലൂക്കിനും ഗവൺമെന്റ് കോളേജിനും റെസിഡൻഷ്യൽ ITAക്കും അപ്പുറത്തേക്ക് ഈ മണ്ഡലം ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ഈ ജനതയോട് ഒട്ടിനിന്ന മുനീർ സാഹിബിന്റെ ഈ മണ്ണിനോടുള്ള ജനതയുടെ താല്പര്യങ്ങളുടെ, സ്നേഹങ്ങളുടെ തുടർച്ചയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുവള്ളിക്ക് തന്നതിനപ്പുറം ഒന്നും കാര്യമായി തരാതിരുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ അവഗണനകൾ അവസാനിപ്പിച്ച് കേരളത്തിൽ ഇനി ഒരു UDF ഗവൺമെന്റ് വന്നാൽ അതിലേത് മന്ത്രിയോടും കൊടുവള്ളിക്കാരൊരു കാര്യം ചോദിച്ചാൽ അത് നടപ്പിലാക്കാൻ നിങ്ങളുടെ ശബ്ദമായി മാറാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ വോട്ട് അത് PK ഫിറോസിനായിരിക്കട്ടെ എന്ന് ഓരോ കൊടുവള്ളിക്കാരനും തീരുമാനിക്കേണ്ട ഒരു കാലാവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതൊരു അസറ്റായി മാറും. അത് ഈ നാടുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ മുമ്പിൽ കൊടുവള്ളി നടക്കും. നേരത്തെ ഇവിടെ നിങ്ങളുടെ സ്വാഗത പ്രസംഗൻ ശ്രീ കാദർ, എന്തൊരു ശബ്ദമായി ചങ്ങായിന്റെ അല്ലേ? മാഷാ അല്ലാഹ് ഞാനും പറഞ്ഞു, എന്നാലും ഞാനൊന്ന് കണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. മനോഹരമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ, PK ഫിറോസിന്റെ മെജോറിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, തീർച്ചയായിട്ടും അത് ഞങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. അത് കൊടുവള്ളിക്കാരുടെ മാത്രം കാര്യമല്ല, അത് കേരളത്തിന്റെ തെരുവിൽ പൊരുതുന്ന ഓരോ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ ഈ പോലീസ് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിയുന്നതിന് പോലും ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് വിളിച്ചാക്ഷേപിക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ കേരളത്തിന്റെ തെരുവിൽ കഴിഞ്ഞ 10 വർഷമായി പൊരുതുന്ന ഓരോ യുവജന രാഷ്ട്രീയ പ്രവർത്തകനും ആഗ്രഹിക്കുന്നു അവരുടെ ശബ്ദമായി PK ഫിറോസ് കൊടുവള്ളിയിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തണമെന്നുള്ളത്. അപ്പൊ അത് കൊടുവള്ളിയുടെ മാത്രം ഒരു ബിസിനസ് അല്ല,
അത് കൊടുവള്ളിയുടെ മാത്രം ഒരു കാര്യമല്ല, അത് കോഴിക്കോടിന്റെ പോലും മാത്രം ഒരു കാര്യമല്ല, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെയാണ്. അത് സമരരംഗത്തുള്ളവന്റെ ആവശ്യമാണ്, അത് സംഘടനാ രംഗത്തുള്ളവന്റെ ആവശ്യമാണ്. അത് വയനാടിന്റെ മണ്ണിൽ ദുരന്തം പെയ്തിറങ്ങിയപ്പോ ദുരന്തം മനുഷ്യന്റെ പ്രതീക്ഷകളുടെ മുഴുവൻ അവരെ ഇടിച്ച് തകർക്കുന്ന തരത്തിൽ കുത്തിപ്പെയ്തപ്പോ അവിടെ ആശ്വാസമായി എത്തിയ വൈറ്റ് ഗാർഡ് എന്ന സംവിധാനത്തിന്റെ തലപ്പത്ത്, മുസ്ലിം യൂത്ത് ലീഗിന്റെ തലപ്പത്ത്, ആ സേവന രാഷ്ട്രീയത്തിന്റെ മുഖമായി സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ നടത്തിയ പോരാട്ടത്തിന് കേരളത്തിലെ ജനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന അംഗീകാരം കൊടുവള്ളിയുടെ മനസ്സ്, കൊടുവള്ളിയുടെ ജനത, കൊടുവള്ളിയുടെ ഹൃദയം നൽകുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഉറപ്പല്ലേ? ഭയങ്കര ഓക്കെയാണല്ലോ പറയുന്നത്, ആണല്ലേ? ഇനിയിപ്പോ കൂടുതൽ പ്രസംഗിക്കേണ്ടതൊന്നുമില്ല, അമ്മാരി ഉറപ്പാ പറയുന്നത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കും ഇപ്പം നേതാക്കന്മാരെല്ലാവരും നിങ്ങളോട് പ്രസംഗിക്കാനുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ആ വാവാടോ എന്തോ ഒരു സ്ഥലമില്ലേ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ, അങ്ങനൊരു സ്ഥലമില്ലേ, ആ സ്ഥലത്തിൻ്റെ ജംഗ്ഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പ്രസംഗം കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കാം. ആ പോയി നോക്കി അവിടെയുള്ള എല്ലാ ഹോർഡിങ്സിലും ഒരാളുടെ മുഖമാണ്, മറ്റാരുണ്ടെന്ന് ചോദിച്ചിട്ട്. ആൾക്കാരും ചോദിച്ചു, ഇതെന്താ ഇത്ര എണ്ണം വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതാണ് നമ്മുടെ ആകെ പ്രതീക്ഷയും ആശ്വാസം. അത് കാണും തോറും ആളുകൾ നമുക്ക് കൂടുതൽ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. ഞാനത് പറയുന്നതിന് വേറൊരു കാരണം, കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ഹർഷിന എന്നല്ലോ സഹോദരിയുടെ പേര്, ആ കത്രിക വയറ്റിൽ വെച്ച് ശസ്ത്രക്രിയ വെച്ച് നടത്തുമ്പോൾ കത്രിക വയറ്റിൽ മറന്നു വെച്ച് പോയ ഒരു സഹോദരിയുടെ ദുര്യോഗം, അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. ആ സഹോദരിക്ക് അത്രയും വലിയ ദുരന്തം, രാവണക്ക് ഒരുപാട് തവണ ഇടപെട്ടതാണ്, അത്രയും വലിയ ദുരന്തം ആ സഹോദരിക്ക് സംഭവിച്ചിട്ട് ഈ പറയുന്ന എല്ലാ പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിട്ട് അതിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈ ഗവൺമെന്റിന് മനസ്സില്ല, അതിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ ഈ ഗവൺമെന്റിന് മനസ്സില്ല. ആ പെങ്ങടെ കൂടെ ഒന്ന് നിന്നിട്ട് പറ്റിപ്പോയി, പക്ഷെ ഈ ജീവിതത്തിൽ ഇനി നിങ്ങളെ കൈവിടില്ല എന്ന ആർജവത്തോടൊരു ഭരണകൂടം അവരോട് പറയുന്നില്ല. എന്നിട്ട് യോഗം കൂടി മീറ്റിംഗ് വിളിച്ച് ആരോഗ്യമന്ത്രിയുടെ നമ്പർ 1 തള്ളലുകൾക്കപ്പുറത്തേക്ക് അവരെ വിളിച്ചു വരുത്തി പറഞ്ഞു, 2 ലക്ഷം രൂപ വേണമെങ്കിൽ തരാൻ. ഈ ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ നഷ്ടപരിഹാര അവരുടെ മാംസത്തിൽ അത് പടർന്നു കയറി അത് അറുത്തു മാറ്റിയിട്ടാണ് പിന്നെ ആ ശസ്ത്രക്രിയ നടത്തിയിട്ട് അത് പുറത്തെടുക്കേണ്ടി വന്നത്. 2 ലക്ഷം രൂപയാണ് അവർക്ക് നൽകാമെന്ന് പറയുന്ന നഷ്ടപരിഹാരം. ഈ ഗവൺമെന്റിനോടും അതിന്റെ തലപ്പത്തിരിക്കുന്നവരോടും പറയുന്നു, മറ്റാരുണ്ടെന്ന് ചോദിച്ച് നിങ്ങൾ ഈ ജംഗ്ഷൻ അപ്പുറത്തേക്ക് വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡിന് നീക്കി വെക്കുന്ന പണത്തിന്റെ 10-1 ആ പാവപ്പെട്ട സഹോദരിക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ ഗവൺമെന്റിന് മനുഷ്യത്വമുണ്ടെന്ന് ആരെങ്കിലും പറയുമായിരുന്നു. അതിനുപോലും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, ഒരു പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾക്ക് നേരെ നിങ്ങൾ കണ്ണടക്കുകയാണെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ തെരുവിലുള്ള ഹോർഡിങ്സ് മുഴുവൻ നിങ്ങളുടെ ഫോട്ടോ വെച്ച് നിറച്ചാലും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അത് കടക്കില്ല. പകരം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ സാധ്യമാക്കുമെന്ന ഈ കേരളത്തിലെ ജനതയുടെ തീരുമാനം അതാണ് ഇവിടെ നടപ്പിലാവാൻ പോകുന്നത്. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ രാത്രി ഞാൻ ഒരു ദിവസം രാഘവേട്ടനെ ഫോണിൽ വിളിക്കുമ്പോൾ 4 പേര് മരിച്ചു അല്ലേ തീപിടുത്തത്തിൽ. എത്ര പേരാ? 4 പേരോ 5 പേര് അവിടെ മരിച്ചു. 5 പേര്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നിങ്ങൾ തിരുവനന്തപുരത്തെ വാർത്തകൾ വായിച്ചോ? തിരുവനന്തപുരത്തെ വാർത്ത, അവിടെയും 5 പേര് തീപിടുത്തത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ആശുപത്രിയിൽ തീ പിടിച്ച ആളുകൾ മരിച്ച അവരുടെ മൃതശരീരം, വെന്ത് കരിഞ്ഞ മൃതശരീരം ബന്ധുക്കളെടുത്ത് പോകേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൻ്റെ മണ്ണിൽ തുടർക്കഥയാവുന്നു. എവിടെയാണ് ഇവിടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഇടപെടലുകളുള്ളത്? മുറ്റത്ത് വീണുപോയ പെൺകുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടത് പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അതിൻ്റെ വലത്തെ കൈ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റി എന്നുള്ള വാർത്തയാണ് പിന്നെ നമ്മൾ വായിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കണ്ടു കാണും പാലക്കാട്ടെ ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ കൈയിൽ നിന്ന് മുറിച്ചു മാറ്റിയതിൻ്റെ വാർത്തകൾ. ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വയറ്റിൽ മറന്നു വെച്ച കത്രിക, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വയറ്റിൽ മറന്നു വെച്ച കത്രിക 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കണ്ടെത്തിയത്. ഇനി ലോഡിംഗ് 3 എന്ന് എഴുതിയ അതങ്ങ് അറബിക്കടലിൽ താഴ്ത്താൻ കേരളത്തിലെ ജനങ്ങൾ അവർ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അവരോടെ കാര്യം പറയുമ്പോൾ ഒരു അസഹിഷ്ണുത എന്താണെന്ന് നിങ്ങൾ കാണണം.
ഒരു കറുത്ത കഷ്ണം തുണി കൊണ്ട് KSUക്കാരൻ 2 മുദ്രാവാക്യം വിളിച്ച കഴുത്ത് പിടിച്ച് തിരിച്ചേ, കൈ പിടിച്ച് ഒടിച്ചേ എന്ന് പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി അവരെ വധശ്രമത്തിന് കേസെടുത്തിട്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോഗ്യ വകുപ്പ് തന്നെ ഒരു പരിക്കിൻ്റെ റിപ്പോർട്ട് പുറത്തിറക്കിയതിൽ ഒരു ക്ഷതവും ആരോഗ്യമന്ത്രി കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷതമേൽക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ശാരീരികമായ ക്ഷതമല്ല, അത് തെരഞ്ഞെടുപ്പിലെ ക്ഷതമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? അങ്ങനെ കേരളം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ കോഴിക്കോട് ജില്ല നടക്കണം. കോഴിക്കോട്ടെ ജില്ലയിൽ ചരിത്രത്തിലെ വലിയ മുന്നേറ്റങ്ങളിലൊന്ന് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധ്യമാവും. ഞാനിങ്ങോട്ട് വരുമ്പോൾ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയുന്നതിൻ്റെ കാരണം ഈ മണ്ഡലത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ്, ഇവിടെ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ കാണുന്നത് VT സൂരജ് എന്ന യുവ പോരാളിയുടെ ഫ്ലെക്സ് ബോർഡുകളാണ്. ഈ ചെറുപ്പത്തിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, കോഴിക്കോട്ടെ തെരുവോരങ്ങളിൽ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനത്തിനിരയായി ഒരു നാട്ടിൻപുറത്തെ സാധാരണക്കാരന്റെ മകൻ ഈ രാഷ്ട്രീയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ബാലുശ്ശേരി പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിന് സൂരജ് നേതൃത്വം നൽകുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പ് അപ്പുറത്ത് ഞാൻ കാണുന്നത് ആരാ? തൊട്ട് മുമ്പ് അപ്പുറത്ത് ഞാൻ കാണുന്നത് ഫാത്തിമ തഹ്ലിയ എന്ന പോരാളിയെയാണ് പേരാമ്പ്രയുടെ മണ്ണിൽ ഞാൻ കാണുന്നത്. കുറച്ചപ്പുറത്തേക്ക് പോയാൽ ഫാത്തിമ തഹ്ലിയുടെ ബോർഡുകൾ നിങ്ങൾക്ക് കാണാം, അവിടെ പ്രചരണം നിങ്ങൾക്ക് കാണാം. ഈ നാട്ടിലെ അടുത്ത തലമുറക്ക് വേണ്ടതിനെ നേടിയെടുക്കാൻ കെൽപ്പുള്ളൊരു യുവസാരഥി. പിന്നെയും ദൂരം മുന്നോട്ട് പോയാൽ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ, തിരുവനന്തപുരത്തിന്റെ അസംബ്ലിയുടെ മുമ്പിൽ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്നതിന് PK ഫിറോസിനോടൊപ്പമൊക്കെ പോരാടി തെരുവിൽ അതിക്രൂരമായ മർദ്ദനത്തിനിരയാവേണ്ടി വന്നപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയോടെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന KM അഭിജിത്ത് എന്ന യുവ പോരാളി നമ്മുടെ നാദാപുരത്ത് മത്സരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഭിജിത്തും സൂരജും തഹ്ലിയയും PK ഫിറോസും ഫൈസൽ ബാബു ഉൾപ്പെടെയുള്ള ഒരു യങ് ടീം കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഇത്തവണ ജയിച്ച് MLA-മാരായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിയാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കോഴിക്കോട്ടെ അടുത്ത തലമുറക്ക് രാഘവേട്ടനോടൊപ്പം ഇടത്തും വലത്തും നിന്ന് പൊരുതാൻ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. കോഴിക്കോട് ആഗ്രഹിക്കുന്ന വികസന വിപ്ലവം അതിവിടെ സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിലൊരു ടീമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പാറക്കലിനെ പോലുള്ള ആളുകൾ, KK രമയെ പോലുള്ള ആളുകൾ, റസാഖ് മാഷ പോലുള്ള ആളുകൾ, ജയന്തനെ പോലുള്ള ആളുകൾ. നിങ്ങൾ ആലോചിക്കുക, ഈ ടീം കൊയിലാണ്ടിയിൽ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറിനെ പോലുള്ള ആളുകൾ, നല്ലൊരു ടീം നമ്മുടെ ജില്ലയിൽ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു യങ് ഫേസിനെ വലിയ ഭൂരിപക്ഷത്തോടെ, ആൾക്കാർക്ക് അസൂയ തോന്നുന്ന ഭൂരിപക്ഷത്തോടെ ഈ കൊടുവള്ളിയിൽ നിന്ന് നിങ്ങൾ ജയിപ്പിക്കണം എന്നുള്ളതാണ് ഈ കൊടുവള്ളി നിങ്ങൾ ജയിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. മറ്റനേകം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വരാൻ കഴിഞ്ഞത് ഇങ്ങനൊരു കൺവെൻഷനിൽ ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. ഒപ്പം നടന്നൊരു സഹപ്രവർത്തകൻ്റെ സഹോദരൻ്റെ ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തത്തിൽ ഇങ്ങനെ വന്ന് നിന്ന് ജയിപ്പിക്കണമേ എന്ന് ഈ ജനതയോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ള ഒരു അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മസംതൃപ്തി ലഭിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നാണ്. ഇനി ആത്മസംതൃപ്തിയുടെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നത് വോട്ട് എണ്ണുമ്പോഴാണ്. കൊടുവള്ളിയിലെ ഭൂരിപക്ഷം അത് കേരളത്തിന്റെ മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്നായി നിങ്ങൾ മാറ്റണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇനിയുള്ള ദിവസങ്ങൾ വളരെ വളരെ ചുരുക്കമാണ്. വിരലിൽ എണ്ണാവുന്നത് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഇലക്ഷൻ തീരും. അത്രയും ചെറിയ പീരീഡാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു സെക്കൻഡ് നിങ്ങൾ കളയരുത്, ഒരു നിമിഷം നിങ്ങൾ ഒഴിവാക്കരുത്. ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഇപ്പം തൊട്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ മികവിൻ്റെ പേരിലോ പ്രവർത്തനത്തിൻ്റെ പേരിലോ മാത്രമല്ല. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുമ്പോഴാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള സ്നേഹം കാണുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പായി നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളണം. അധികം വൈകാതെ ഈ വേദിയിലേക്ക് പ്രിയങ്കരനായ കാരാട്ട് റസാഖും കടന്നു വരികയാണ് എന്നുള്ളത് നിങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഇപ്പം നോക്കണ്ട, വരുമ്പോൾ ഒന്നും കൂടെ അനൗൺസ് ചെയ്യും. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇതിനുള്ളിലേക്ക് കടന്നു വരാനിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് വലിയ ബഹളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും പറയുന്നു, കേരളത്തിൽ 140 സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച മുന്നണിയുടെ പേര് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. മുറഭാഷ, നിങ്ങൾ അതിൻ്റെ അടുത്ത് സംസ്ഥാന സെക്രട്ടറി ആയി എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അഭിനന്ദനങ്ങൾ കൂടി വേദിയിൽ വെച്ച് ഞാൻ നേരാൻ ആഗ്രഹിക്കുന്നു. ബാക്കി എല്ലാവരോടും പറഞ്ഞ പോലെ പിന്നെ ചില ഡീലുകളൊക്കെ നടക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് അറിയാം. പിന്നെ CC മുകുന്ദൻ
അദ്ദേഹം സിറ്റിംഗ് MLA ആയിരുന്നു. ചെറിയൊരു മാറ്റം, വലിയ മാറ്റമൊന്നുമില്ല. BJP ആണ്, രണ്ടും ഒരുപോലത്തൊക്കെ തന്നെ ആയിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം രാജേന്ദ്രൻ അതിപ്പം BJPയിലായിരുന്നു, അദ്ദേഹം ഒപ്പുണ്ട്. പിന്നെ നമ്മുടെ അജിത്ത് വൈക്കം, നമ്മുടെ കൂടെ സഭയിലുണ്ടായിരുന്ന അജിത്ത് വൈക്കം, അദ്ദേഹം ഇപ്പോൾ BJPക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ആയിഷ പോറ്റിയും PV അൻവറും ഒക്കെ എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ബഹുമാന്യനായ ഉത്തമ കമ്മ്യൂണിസ്റ്റായ സുധാകരൻ പറഞ്ഞിരിക്കുന്നില്ല, മുതലാളി മറ്റിടന്ന് ജയിക്കാൻ കാരണം അവിടെ ധർമ്മടായതുകൊണ്ട് മാത്രമാണെന്ന് സുധാകരനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുക. അപ്പം ഞങ്ങളുടെ നേരെ മാത്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ സർക്കാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇടയ്ക്കൊന്ന് അവരുടെ കുഴപ്പങ്ങളിലേക്ക് കൂടെ തിരിക്കണം എന്നുള്ളത് ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരോടും പറയാം. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വൈകിയപ്പോൾ ആകെ ബഹളമായിരുന്നു. കോൺഗ്രസ് ഇനി മത്സരിക്കുന്നില്ലേ, ഇറങ്ങുന്നില്ലേ, ഇത് വരുമോ, ഇന്നാണോ നാളെയാണോ? മറ്റേ ചില സഖാക്കളൊക്കെ മറ്റേ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു, മറ്റേ കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ കട്ട വെയിറ്റിംഗ് ഒക്കെ പിന്നെ ഇവരുടെ സ്ഥാനാർത്ഥി പട്ടിക കണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി അവർ നടത്തേണ്ടി വന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മറച്ചു വെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. അതിലൊന്നും ഫോക്കസ് ചെയ്യരുത്. ജനകീയ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യണം. ജനങ്ങൾക്ക് മോചനം വേണം, ഈ ഗുണ്ടാ ഭരണത്തിൽ നിന്ന് മോചനം വേണം. അത് സാധ്യമാക്കാൻ കൊടുവള്ളി മുമ്പേ നടക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്, സഹപ്രവർത്തകന് ഞാൻ പറയുന്നു, അഭിമാനത്തോടെ യുവജന രാഷ്ട്രീയ രംഗത്ത് ഇടതടവുകളില്ലാതെ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും വേണ്ടി പൊരുതിയത്. ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോടും പറയുന്നു, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ സകല യോഗ്യതകൾക്കും അപ്പുറത്തേക്ക് മന്ത്രി ബന്ധുക്കളെ തിരികെ കയറ്റാൻ ഗവൺമെന്റ് ബോധപൂർവം ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞ് മെറിറ്റുള്ളവൻ അത് കൊടുക്കണമെന്ന് ആർജവത്തോടെ പറഞ്ഞ നേതാവാണ് കൊടുവള്ളിയുടെ സാരഥി. MLA ആയി വരേണ്ടത് അത് ഇവിടുത്തെ യുവജനങ്ങൾ കൂടെ നിർബന്ധമായും ഏറ്റെടുക്കും, ഓർക്കുമെന്നും പ്രതീക്ഷയോടെ എല്ലാ വിജയാശംസകളും നേരുന്നു. MLA ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. രാഘവേട്ട.